അങ്ങനെ മുന്നണികൾ അംഗത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. നിലമ്പൂരിലൊപ്പം തന്നെ PV അൻവർ കൂടി ആ അംഗത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളത് കൂടിയാണ് ഏറ്റവും വലിയ സവിശേഷത. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് ഇന്ന്. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ, BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പ്രകടനങ്ങളായി ശക്തി തെളിയിച്ചാകും സ്ഥാനാർത്ഥികൾ നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തുക. UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഇന്ന് നടക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഷബീർ ഒമർ വിവരങ്ങൾ നൽകാനായി ചേരും. ഷബീർ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ പറയാറുണ്ട് പ്രവചനാതീതമാണ് കാര്യങ്ങൾ എന്ന് പറയുമെങ്കിൽ പോലും നമുക്കൊരു ചെറിയ കണക്കുകൂട്ടലുകൾ ഉണ്ടാകും. പക്ഷേ ഇത്തവണ നിലമ്പൂരിൽ സ്ഥിതി സവിശേഷമാണെന്ന് തന്നെ പറയേണ്ടതുണ്ട്. നമ്മുടെ ഒരു കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് വോട്ടുകളുടെ ധ്രുവീകരണം എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും അത് മത്സരത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കും, മുന്നണികളുടെ നെഞ്ചിടിപ്പ് ഉയർത്തുന്നതുമാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് മറ്റ് സർപ്രൈസുകളൊന്നും പ്രതീക്ഷിക്കേണ്ടല്ലോ. തീർച്ചയായും രാഷ്ട്രീയ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആവേശകരമായ ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. അതായത് LDF, UDF, ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥികൾ, NDA സ്ഥാനാർത്ഥികളായി, ഒപ്പം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്നത്. എന്തായാലും വലിയ ആവേശം പ്രചാരണ രംഗത്തടക്കം കാണാൻ കഴിയും. ഇന്നാണിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 3 സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, ഒപ്പം തന്നെയാണ് TMC സ്ഥാനാർത്ഥി തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി PV അൻവറും ഇന്ന് നാമനിർദ്ദേശ പത്രികയും ശരിക്കും ഒരു ശക്തി പ്രകടനമാക്കാൻ തന്നെയായിരിക്കും 3 സ്ഥാനാർത്ഥികളുടെയും ശ്രമം. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടുകൂടി തങ്ങൾക്ക് ഇവിടെ സ്വാധീനമുണ്ട്, തങ്ങൾക്ക് വലിയ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം കാണിക്കുന്നതിനുള്ള ശ്രമമായിരിക്കും സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ഒപ്പം തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്, ജിൽസി സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷ ഓരോ ദിവസവും നമുക്ക് കൂടിക്കൂടി വരികയാണ്. കാരണം ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, ചിത്രത്തിൽ UDF സ്ഥാനാർത്ഥി വളരെ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി, വേഗത്തിൽ പ്രഖ്യാപനം നടത്തി. അതിനുശേഷം LDF സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന ആകാംക്ഷയുണ്ടായിരുന്നു. തീർത്തും അപ്രതീക്ഷിതമായാണ് M സ്വരാജിന്റെ പേരിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജിലേക്ക് എത്തുന്നത്. ആ നിലയ്ക്ക് അതൊരു ആകാംക്ഷ നിറഞ്ഞതിന് ശേഷമാണ് പിന്നീട് BJP സ്ഥാനാർത്ഥി ഉണ്ടാകുമോ, BJP മത്സരിക്കുന്നില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞു. അതിനുശേഷം വീണ്ടും BJP സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന ആകാംക്ഷയുണ്ട്. ഇന്നലെ BJP സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചു. പിന്നാലെയാണ് PV അൻവർ കൂടി മത്സരരംഗത്തേക്ക് വരുന്നത്. നമുക്കറിയാം, ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ട നാടകീയതകൾക്കൊടുവിലാണ് PV അൻവർ മത്സരരംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇതുവരേക്കും ഈ കഴിഞ്ഞ ഒരാഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കഴിഞ്ഞ ഒരാഴ്ച വരേക്കും ആകാംക്ഷാഭരിതമായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രംഗം. അതോടൊപ്പം തന്നെയാണ് ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എന്തെല്ലാം നടക്കുമെന്ന് നമുക്ക് നോക്കിക്കാണണം. കാരണം വലിയ തരത്തിലുള്ള പോരാട്ടം നടക്കുന്നപ്പോൾ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമമായിരിക്കും മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഭാഗത്തുണ്ടാകുക. നമുക്കറിയാം, LDF-നും UDF-നും ഒരുപോലെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമാണ്. ഒപ്പം തന്നെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ വരുന്നത്. അദ്ദേഹം സിറ്റിംഗ് MLA ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഏത് നിലയ്ക്കായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? ഒപ്പം തന്നെ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. അത്തരം നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും വലിയ ആവേശ പോരാട്ടത്തിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെയാണ് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തോടൊപ്പം ഇന്ന് UDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെ LDF-ന്റെ കൺവെൻഷൻ നടന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്നിപ്പോൾ UDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക. ഒപ്പം തന്നെയാണ് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം UDF-ൽ ഭിന്നതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ലീഗ് യോഗത്തിൽ വലിയ തരത്തിലുള്ള വിമർശനം VD സതീശനെതിരെ ആ നിലയ്ക്ക് ഉണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മറുപടികൾ കൂടി ഇന്ന് UDF നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകും. ഒപ്പം തന്നെയാണ് PV അൻവർ ഇന്ന് എന്ത് പറയുമെന്നുള്ളതും പ്രധാനമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അദ്ദേഹം വലിയ തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പോ ശേഷമോ അദ്ദേഹം എന്ത് പറയുമെന്നുള്ളതും പ്രധാനമാണ്. ജെൽസി.